ഓട്ടെ എന്നെ പറഞ്ഞു വിടരുത് ചേട്ടാ. വന്നപ്പോ നിങ്ങൾ എന്തോ പറഞ്ഞു എന്നെ പറ്റി? ഒരു ഷവർമ്മ വേണമായിരുന്നു. ഓരേ മിണ്ടാതിരുന്ന് പൊടിക്കടി. ഇതൊരു ചതിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയല്ലോ. പനിയാ പനി. ആര് പറഞ്ഞു? ലുക്കില്ലല്ലോ പനിയുടെ, വീർത്ത് കുളിച്ച്. എന്നെ കൊന്നല്ലോ, എന്നെ കൊന്നല്ലോ. ഹേയ് ഗുഡ് മോർണിംഗ്. കുറേ നാളായിട്ട് വിചാരിക്കും ഒരു ഡേ ഇൻ ലൈഫ്, ഒരു വർക്കിംഗ് ഡേയിൽ എങ്ങനെയാണ് എൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെന്നൊക്കെ നിങ്ങളോടൊന്ന് പറയണമെന്ന് കുറച്ച് നാളായിട്ട് വിചാരിക്കുന്ന കാര്യം കേട്ടോ. ഇപ്പോൾ എനിക്ക് സന്തോഷമുണ്ട്, കാരണം നമ്മളുടെ വീഡിയോസൊക്കെ കാണാനും നമുക്ക് അഭിപ്രായങ്ങൾ പറയാനും സ്നേഹത്തോടെ കുറച്ച് ലൈക്കുകൾ തരാനും ഒക്കെ കുറേ കൂട്ടുകാരുണ്ടെന്ന് ഇപ്പം മനസ്സിലായിട്ടുണ്ട്. ഒരു ദിവസത്തെ മുഴുവൻ കാര്യങ്ങൾ ഇല്ലെങ്കിലും കുറേ അധികം കാര്യങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ കൂടെ നിങ്ങളും ഉണ്ടെങ്കിൽ എനിക്കൊരു സന്തോഷം. രാവിലെ ചേട്ടൻ എന്താ പരിപാടി നടത്തില്ല, ഓരോ കുപ്പി വെള്ളമായിട്ട് തേരാപ്പാരം നടക്കുന്ന കണ്ടപ്പോഴാണ് ഞാൻ ചോദിച്ചത്. അപ്പോഴാണ് മനസ്സിലായത് രാത്രി വണ്ടിയിൽ ഏതോ കിളികൾ സമ്മാനിച്ച സമ്മാനം ചേട്ടൻ ഒരു ദാക്ഷിണ്യം കൂടാതെ കഴുകി കഴുകി കളയുന്നതാണ് ഞാൻ കണ്ടത്. പാവം കിളികൾക്ക് ഇല്ലേ സ്വന്തമായിട്ട് ആഗ്രഹങ്ങളും മോഹങ്ങളും. നമ്മുടെ ഇഗ്നുക്കുട്ടന്റെ മണ്ടയ്ക്ക് അപ്പിട്ട് വെച്ചു ഗൈസ്. അതിനെ സന്തു ക്ലീൻ ആക്കുമായിരുന്നു. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടുള്ള ആദ്യത്തെ പരിപാടി ഇതാണ്. എന്തോ ചെയ്യാനാ, കിളികളോട് പറയാ. രാവിലെ 5 മണിക്ക് അലാറം വെച്ചിട്ട് ശ്രീ കിടന്നുറങ്ങുക. എഴുപ്പ് സമയം 7:30 8 മണിയാവാറായി, എന്നിട്ടും അവൾ എഴുന്നേക്കുന്നില്ല. എന്തൊരു സുഖം നോക്കണേ. കള്ള, നീ ഇവിടെ വന്ന് കിടക്കുവല്ലേ എന്നെ ഓടിച്ചു വിട്ടിട്ട്. എന്തൊരു സുഖ പരിപാടിയാന്ന് നോക്കണേ. ഇതാണ്ട് അച്ഛനും മോളെ എന്ത് തല ആണ്ട് എല്ലാ അണ്ണോടെ കിടന്ന് ഉറങ്ങുന്ന ഉറക്കം കണ്ട് ഞാനും വരുവാ. എനിക്ക് തോരൻ കഴിയുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ല. കഴിക്കാൻ ഇഷ്ടമാ, പക്ഷെ ഇത് കുറെ നേരം അരിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് കൈ വേദനിക്കും, പെടലി വേദനിക്കും, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് എൻ്റെ വീട്ടിലെ തോരൻ ഞാൻ അരിഞ്ഞതല്ല, ആസ്ഥാന പണ്ഡിതനെ ഞാൻ നിയമിച്ചിട്ടുണ്ട്. തോരൻ അരിയുന്നതിനായിട്ട് ഒരാളെ ഇവിടെ നിയമിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം അതാരാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇതങ്ങോട്ട് കഴുകി സെറ്റാക്കി അങ്ങോട്ട് കൊടുത്താൽ മതി. ചോപ്പ നിമിഷ നേരത്തിനുള്ളിൽ തോരൻ റെഡിയാക്കി കൈ തരും. അതല്ലേ നല്ലത്. വെറുതെ എൻ്റെ പെടലി വേദനിച്ച് കട്ടിയും കയ്യും വേദനിച്ച് എടുക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് നമ്മുടെ ചോപ്പറിന്റെ കയ്യിൽ ക്യാബേജ് കൊടുത്തു നോക്കാം. ചേട്ടാ ഒന്ന് അരിഞ്ഞോ? നിനക്ക് നന്നായി അരിയാമെന്ന് ആരോ പറഞ്ഞു. എന്റെ ചോപ്പറാണ് ചേട്ടൻ. സാമ്പത്തിക ജീവിതത്തിന്റെ ഇതെല്ലാം ഒരു അടിസ്ഥാന പാഠമാണല്ലേ. ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ പങ്കാണ്. അപ്പൊ എന്നാ തുടങ്ങി. ബൂസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഞാൻ. കാപ്പേ കാപ്പി കാപ്പേ. രാവിലത്തെ ഏറ്റവും വലിയ പാടുള്ള പണിയാണ് ശിവനെ ഉണർത്തുന്നത്. ശേഷം ഞങ്ങളെല്ലാവരും ഒരുങ്ങി സ്കൂളിൽ വന്നു. ശ്രീനെ സ്കൂളിൽ വിട്ടു, ശിവനെ അംഗനവാടി വിട്ടിട്ട് ഞാൻ നേരെ പോയി എൻ്റെ വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ. പെട്രോൾ അടിച്ചതിന് ശേഷം ഞാൻ ഹോമിയോ വരെ പോയതാ. പോയ വഴിക്ക് സന്തോഷി എന്ന് കാണാന്ന് വെച്ച് ചെന്നതാ. അപ്പം എന്താ ഈ ചേട്ടൻ എന്നെ കൊല്ലാൻ വേണ്ടി ഓടി വരുന്നതാ. ഞാൻ വന്നപ്പോ നിങ്ങൾ എന്തോ പറഞ്ഞു എന്നെ പറ്റി? ചേട്ടൻ ഇവിടെ നോക്കി നിൽക്കുന്നതല്ലേ, നിങ്ങൾ എന്തോ പറഞ്ഞു? നീ ആരെ നോക്കി നിൽക്കും? അപ്പൊ ചേട്ടൻ എന്തോ പറഞ്ഞു? എന്തോ പറഞ്ഞു? ശരിയാ, ഒരു റൂം കിട്ടുമായിരുന്നു, ഞാൻ അടുത്ത് താമസിക്കായിരുന്നു. ജീവിക്കാൻ വേണ്ടി മരിക്കാൻ റെഡിയായിരിക്കുന്ന 2 ജന്മങ്ങൾ എന്ന് പറഞ്ഞത്. ജനവിഭാഗങ്ങളെ ഞാൻ എന്നാ പോട്ടെ എന്നെ പറഞ്ഞു വിടരുത് ചേട്ടാ, എന്നെ പറഞ്ഞു വിടരുത്. അങ്ങനെ പറയാൻ ഞാൻ പോവില്ല. എനിക്ക് ഇവിടെ എന്തെങ്കിലും പണി തന്നാൽ ഞാൻ ഇവിടെ എങ്ങാനും കഴിഞ്ഞു കൊടുക്കോളായിരുന്നു. വല്ല ഇരുമ്പെ പിടിക്കാനോ കമ്പിയെ പിടിക്കാനോ. അങ്ങനെ എന്നെ ഒരു മൈൻഡില്ലാതെ അവരവിടെ പണിയെടുക്കുന്ന വേണ്ടി ചമ്മി ഞാൻ അവിടെ നിന്ന് പോയി. പിന്നെ ഒന്നും നോക്കിയില്ല, വണ്ടി എടുത്ത് നേരെ ഹോമിയോയിലേക്ക്. ചേച്ചിയായിട്ട് കുറച്ച് നേരം കുശലം പറഞ്ഞ്. അവരും നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നവരാട്ടോ. നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട ചേച്ചിമാരൊക്കെയാണ്. അവരോട് സംസാരിച്ചിട്ട് ഞാൻ നേരെ തിരിച്ച് വണ്ടി നേരെ ഓഫീസിലേക്ക്. അതാ എൻ്റെ റൂം, എൻ്റെ കച്ചേര, എൻ്റെ മീശ. അങ്ങനെ ഞാൻ അവിടേക്ക് പ്രതിഷ്ഠയർപ്പിക്കാനായിട്ട് ഇതാ വന്നല്ലോ. വന്ന് ചെന്ന് കുറച്ച് ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട്. എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് വേണം കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാൻ. ഈ രാവിലെ തൊട്ടുള്ള
ഓട്ടമല്ലേ, ഈ ഓട്ടം എല്ലാം കഴിഞ്ഞ് നമ്മൾ വന്ന് സത്യം പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് റെസ്റ്റ് എടുക്കുന്ന ഓഫീസിൽ വരുമ്പോഴാണ് ഒന്ന് റിലാക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അടുത്ത പണികൾ വരും. മേശയ്ക്കകത്ത് കുറേ സാധനങ്ങളുണ്ട്, എല്ലായിടത്തും പൊക്കി എടുത്ത് മണ്ടയ്ക്ക് വെക്കുക. അപ്പോഴത്തേനും ടീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്, എല്ലാവരും കൂടെ വന്നിട്ടൊരു ഒരു ലച്ചറടിയുണ്ട്. അതൊക്കെ പിന്നെ അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു. ഇതാണ് നമ്മുടെ സ്വന്തം അമ്പിളി ചേച്ചി. പിന്നെ അമ്പിളി ചേച്ചിയായിട്ട് കുറച്ച് നേരം കുശലമൊക്കെ പറഞ്ഞ്, പിന്നെ അഖിൽ സാറ് വന്നു, റോഷിൻ ടീച്ചർ വന്നു, പിന്നെ എല്ലാവരുമായിട്ട് ലച്ചറ വിച്ചറ ഇച്ചിരി കിണ്ണത്തപ്പം കൊണ്ടുപോയായിരുന്നു വീട്ടിൽ വെച്ചതല്ല, കടയിൽ നിന്ന് മേടിച്ചത്. പക്ഷേ ഞാനിവരെ പറ്റിച്ച്, ഞാൻ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു. പക്ഷെ ആരും വിശ്വസിച്ചില്ല കേട്ടോ, എൻ്റെ കള്ളം പെട്ടെന്ന് അവർക്ക് മനസ്സിലായത് കൊണ്ടാ. ഇവളൊരു കാരണവശാലും വിശ്വസിച്ചില്ല. ഇവളെന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ല സൂപ്പർ കിണ്ണത്തപ്പം എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കി കൊല്ലുമായിരുന്നു. ഞാൻ ഫോട്ടോ എടുക്കുകയാണെന്ന് കരുതി എല്ലാവരും പോസ് ചെയ്ത്, പിന്നെ അറിയുന്ന വീഡിയോ ആണ്, ഇന്നത്തെ കണ്ടന്റ് ആണെന്ന് കേട്ടതോടെ അവർക്ക് മതിയായി. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ശ്രീയുടെ സ്കൂളിൽ വന്നു. അവിടെ പിള്ളേരെല്ലാം ഫാൻസാണ്, ഫെയിൻസ് പിള്ളേഴ്സ്. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേന് പിള്ളേർ ടീച്ചർ നിൽക്കുക, എന്നിട്ട് ഇവിടെ മെമ്മമാരും കിടന്ന് ബഹളം. പിന്നെ ശ്രീനെ അവിടെ നിന്ന് പൊക്കി ഞങ്ങൾ നേരെ അംഗനവാടിയിലേക്കുള്ള യാത്ര തുടങ്ങാൻ പോവാണ്. കൂട്ടുകാരെയൊക്കെ കണ്ട് ടാറ്റ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. പിന്നെ വണ്ടിയെടുത്ത് ശിവൻ്റെ അംഗനവാടിയിലേക്ക് നമ്മൾ പോന്നു. ടീച്ചറിൻ്റെ അടുത്ത് പോയി ശിവ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ തപ്പി വന്നപ്പോൾ ഒരുത്തൻ ബക്കറ്റിനകത്ത് തലയിട്ട് നിൽപ്പുണ്ട്. പുറകെ വന്നപ്പോൾ ഇരിക്കുന്നു ശിവ. ആ ഇരിപ്പ് നിങ്ങളൊന്ന് കാണണം കേട്ടോ, ആ സെറ്റപ്പ് ഒന്ന് കാണണം. 2 കസേരയൊക്കെ വെച്ച് 2 കാലും വെച്ച്, വാവ് എന്തോ സുഖ പരിപാടിയാന്ന് നോക്കണേ. പോകാമെന്ന് പറഞ്ഞാൽ അവൾ ബാഗൊക്കെ എടുക്കാനായിട്ട് പോവാ. ബാഗൊക്കെ എടുത്തിട്ട് വീട്ടിൽ പോകാൻ പിന്നെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ ഇന്ന് ശിവ കഞ്ഞിയൊക്കെ കുടിച്ചു, പായസം കുടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അത് ആ ഡ്രസ്സിലെല്ലാം ആയായിരുന്നു. അപ്പോൾ ആ ഡ്രസ്സ് തന്നു വിട്ടതാ. കുഞ്ഞപ്പനെയും കൊണ്ട് ഞങ്ങൾ നേരെ ശിവനെയും കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ചേച്ചിമാർ പറഞ്ഞു. അതിനിടയ്ക്ക് ശ്രീക്ക് കുറേ സാധനങ്ങൾ മേടിക്കണമായിരുന്നു കടയിൽ നിന്ന്, ബുക്ക് പൊതിയുന്ന പേപ്പർ, അങ്ങനെ കുറേ സാധനം അല്ലറ ചില്ലറ സാധനങ്ങൾ മേടിക്കണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കടയിൽ വന്നു, കുറേ സാധനങ്ങളൊക്കെ മേടിച്ച്. ഇപ്പം ഒരു പേന മേടിക്കാൻ പോയ ഒരു ബോക്സ് മുഴുവനായിട്ടുള്ള സാധനങ്ങൾ മേടിക്കലാണല്ലോ നമ്മൾ അമ്മമാരുടെ പരിപാടി. അവർ പറയുന്നതല്ലേ നമുക്ക് മേടിച്ച് കൊടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ പിള്ളേർക്ക് നമ്മളല്ലാതെ വേറെ ആരും മേടിച്ച് കൊടുക്കും. ഇവളെ അധികം നേരം ഇവിടെ നിർത്തുന്ന പന്തിയല്ല കേട്ടോ, പെട്ടെന്ന് ഇറങ്ങാൻ ഞാൻ പറയുമായിരുന്നു. ശിവൻ അവിടെ ഓരോരോ സാധനങ്ങൾ കണ്ട് തൊടുമ്പോൾ എനിക്ക് പേടിയാണ്. പിന്നെ വരുന്ന വഴിക്ക് ഞങ്ങൾ ജ്യൂസ് കുടിച്ചു. ജ്യൂസിനൊപ്പം ഒരു ഷവർമയും കൂടെ ആവാന്ന് ശ്രീ. ഞാൻ പറഞ്ഞ പെട്ടെന്ന് കുടിച്ച് വീട്ടിൽ പൊടിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയല്ലോ. ശിവന്റെ കൈ ശിവന്റെ ബാഗ്, എന്റെ കൈ ശ്രീയുടെ ബാഗ്, ശ്രീയുടെ എന്താ പറ്റിയോ. ഇന്നത്തെ ഒരു അംഗം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. വലിയ പാട്ടൊക്കെ പാടി പോവാ. ഒന്ന് കയറോ? സോറി, മുന്നിലത്തെ ആള് പോയാലും എനിക്ക് കയറാം. അയ്യോ കറണ്ട് ബില്ല് വണ്ടടാ മോനെ, എനിക്കിതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. എത്ര മോനെ എടുത്തു വാങ്ങിക്കേ. സോറി, കൈ രണ്ടും നിറഞ്ഞിരിക്കുന്ന കുട്ടിയോട് ബാല. എന്റെ അമ്മജി 955. എനിക്കറിയത്തില്ല, മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പോകുന്ന ഞങ്ങൾ രാവിലെ ഇവിടുന്ന് ഞങ്ങൾ പോകുമ്പോൾ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണ് പോകുന്നത്. എന്നിട്ട് നോക്കാം കണ്ട, മെയിൻ സ്വിച്ച് ഓഫാ. ഈ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പോകുന്ന ഞങ്ങൾക്കാണ് ഇന്ന് വന്നിട്ടുള്ള 955 രൂപ. ഇനി ചുരുട്ടി കൂട്ടി കണ്ടത്തിൽ അറിയുന്നതിന് വല്ലതും തരണം. കറണ്ട് ബില്ല് ഞാൻ എടുത്ത് മുന്നേ തന്നെ വെച്ചിട്ടുണ്ട്. വൈകിട്ട് സാന്ത് വരുമ്പോൾ ഞെട്ടട്ടെ. ചുമ്മാ എനിക്കിതെല്ലാം ഞെട്ടിപ്പിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ എന്താ പരിപാടി എടുത്തത്? എന്തോ പോയി കുളിക്കണം. കുളിക്കണം, കുളിച്ചിട്ട് വരാം. എന്തോ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ. ശബരിമലയ്ക്ക് പോവാണോ? പോകണ്ടേ? പോവട്ടിയടാ കൂട്ട. ഒരു ബായ് കൊടുക്കാം. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എങ്ങനെയുണ്ടായിരുന്നു? എന്റെ പൊന്നെ, എഴുതാത്ത കൈ കൊണ്ട് വരാൻ മഷിയാ. എന്റെ ഈ കൈ മഷി കുടിക്കുമായിരുന്നു. കുഞ്ഞിന്റെ കയ്യിലുണ്ട് മഷി, കണ്ടോ? പരീക്ഷയ്ക്ക് ഒന്നും പോയില്ലല്ലോ, എന്താ കൈ നിറച്ച് മഷിയാ. ഒരു പേന കിട്ടി, അത് ചിത്രകലാ വൈഭവങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും.
ഈ ചൂടും പിടിച്ചല്ലേ മഴയത്ത് എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോ ചൂടൊക്കെ പിടിച്ചിട്ട് പോയിട്ട് വരുമ്പോഴേ നമ്മുടെ തുണിയൊക്കെ മാറി വേറെ വീട്ടിലിരുന്ന ഡ്രസ്സൊക്കെ ഇട്ട് ഒന്ന് റിലാക്സ് ചെയ്യുമ്പോ കിട്ടുന്ന ഒരു സന്തോഷം എന്റെ മോനെ. എന്താ ചൂടാന്നറിയാമോ ഇപ്പൊ പുറത്തോട്ടൊന്നും പോവാനേ പറ്റില്ല. അങ്ങനെയൊക്കെ കരിഞ്ഞ് കുത്തി വീട്ടില് വന്നയ്യോ കുഞ്ഞിനെ അംഗനവാടി എന്നൊക്കെ വിളിച്ച് രാവിലെ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിനെ അംഗനവാടി വിടുന്നതിന്റെ വീഡിയോസ് ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ താങ്ക് യു ഇവള് ഇവള് കിടന്ന് കരച്ചിലല്ലായിരുന്നു. അത് കാരണം ശ്രീനെ സ്കൂളിലും വിട്ടായിരുന്നു. അപ്പൊ പിന്നെ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് എനിക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ വീട്ടിൽ വന്നിട്ടുള്ള കലാപ്രകടനങ്ങളാണ് ഉള്ളത്. ഇതൊരു പ്രത്യേകതരം ആചാരമാണ് സ്കൂളിൽ നിന്ന് വന്ന പുറകെ. ഇതിനകത്തൊരു തലയുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ശിവ സൈക്കിളിലാണ്. ശിവന് ഭയങ്കര ഇഷ്ടമാണ് ടെറസിൻ്റെ മുകളിലെ സൈക്കിൾ വെച്ചിരിക്കുന്നത്. കിടന്ന് ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. കുറേ നേരം അവർ രണ്ടുപേരുടെയും കൂട്ടത്തിൽ നിന്ന് കളിച്ച് ചിരിച്ച് പറഞ്ഞ് സ്കൂളിലെ വിശേഷങ്ങളൊക്കെ തിരക്കി ശ്രീയോട്. ഇതൊക്കെ കഴിഞ്ഞ് ശ്രീ കുളിക്കാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നു. എനിക്ക് ചൂട് ഭയങ്കര ആവിയല്ലേ. ശിവ ഭയങ്കര കളിയാട്ടോ. അങ്ങനെ രാത്രിയായി. സന്തുമോൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു. മീനും മേടിച്ചോണ്ടാണ് സാറിൻ്റെ വരവ്. നമുക്കൊന്ന് വെൽക്കം ചെയ്യാം. വരട്ടെ. കടന്നു വരൂ സന്തുവേട്ടാ, കടന്നു വരൂ. സ്പീഡി വാടാ, ഒന്ന് അനങ്ങി വാടാ. എന്ത് പറ്റി രമണ? ആര് പറഞ്ഞു? ഒരു ലുക്ക് ഇല്ലല്ലോ പനിയുടെ, വീർത്ത് കുളിച്ച്. ഇവളെവിടെ ഇരുന്നേ പറഞ്ഞു സന്തുവേട്ടൻ വന്നു. ഇതാണോ? ഇതാണ് മീൻ. ഈ മീനിന്റെ പേരെന്താ? കൊഴുവ. ചില മീനുണ്ടല്ലോ, മീൻ കൊണ്ടുവന്ന അത് ഏത് മീനാണെന്ന് എനിക്കറിയാൻ പറ്റില്ല. മത്തി, ചൂട, അയല കണ്ടാലും മനസ്സിലാവും. പക്ഷെ വേറെ മീനുകളൊക്കെ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഉണ്ണിവേരി കണ്ടാലും അറിയാം, കാരണം ചുവന്നിരിക്കുന്ന മീനല്ലേ. ഞാൻ അയിലക്കൊഴുവ ഞാനിന്ന് കറിയാക്കാം. എന്നെ കൊന്നല്ലോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നമ്മളുടെ ഒപ്പം നിൽക്കുന്നവരെ നമുക്ക് സന്തോഷിപ്പിക്കാം, ചിരിക്കാം, ചിരിപ്പിക്കാം, ചിന്തിപ്പിക്കാം. അതിനുവേണ്ടി സമയം കണ്ടെത്തും. നല്ല പോസിറ്റീവായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോവാങ്ങട്ട്. അല്ല പിന്നെ നമുക്ക് ഒന്നിച്ച് ഇനിയുള്ള യാത്രകൾ മുന്നോട്ട് പോകാം. നിങ്ങളൊപ്പം ഉണ്ടെങ്കിൽ ഞങ്ങൾക്കും അതൊരു ധൈര്യമാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ടാറ്റാ.